ഉണ്ട്, ചേച്ചിയുണ്ട്, എഡു ഉണ്ട്, എമി, നോയ് ഉണ്ട്. നോയ് കാശി കഴിക്കാൻ. ചേട്ടായി ഉണ്ട്, ബേസിലുണ്ട്. ബേസിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന റൂട്ട് മീൻകുന്നം പള്ളി എത്തിയപ്പോൾ ചേട്ടായി നേർച്ചയിട്ടെ. പിന്നെ ഞാൻ നിൽക്കുന്ന എൻ്റെ അനിയൻ കിച്ചുവാണേ. പിന്നില്ലേ ഈ ഇപ്പം മൂന്നാർ പോകുന്ന റൂട്ടൊക്കെ ഫുൾ റോഡ് പണിയാണ്. അപ്പം എവിടെ നോക്കിയാലും JCBയും ടിപ്പറും അങ്ങനെ കുറച്ച് ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ ചായ കുടിക്കാൻ നിർത്തിയേക്കുക. നോയ് ഉറങ്ങുമായിരുന്നേ. ഇതാണ് ചിറ്റപ്പൻ, ആൻറ്റി, കിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു അനിയൻ ദുബായിക്ക് പോവാന്ന്. അവൻ ഈ വിഷുവിന് ദുബായിക്ക് പോവാണേ. അപ്പൊ ഓക്കെ, ഞങ്ങള് ചായ കുടിക്കട്ടെ കേട്ടോ. ആന്റി എന്തൊക്കെയുണ്ട്? സുഖം തന്നെ. ആന്റി നീ കഴിക്കണേ? ഉഴുന്നൂട. ആ കുഞ്ഞ് നോയ് വാ. പിന്നെ ഞങ്ങളൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ അവിടെ കുറച്ച് നേരം നിന്ന് കാഴ്ചകളൊക്കെ കണ്ടേ. പിന്നെ ഇപ്പോൾ അധികം തണുപ്പൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് സീസൺ അല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, അധികം തണുപ്പൊന്നും തോന്നിയില്ല. ഞങ്ങൾ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ കയറിയപ്പോൾ തൊട്ട് നല്ല മഴയായിരുന്നേ. അതുകൊണ്ട് വണ്ടിയൊന്നും നിർത്തിയില്ല, നമ്മളൊരു ഫോണൊക്കെ മേടിച്ച് അങ്ങനെ യാത്ര തുടർന്നേ. അങ്ങനെ ഈവനിങ് ആയപ്പോഴത്തേനും നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലെത്തിയേ. വ്യൂ മൂന്നാർ റിട്രീറ്റ് എന്നാണ് പേര്. അങ്ങനെ നമ്മൾ ചെക്കിനൊക്കെ ചെയ്തു. നമ്മൾ ഉച്ചയ്ക്ക് തിരിച്ചുകൊണ്ട് ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേനാണ് എത്തിയത്. അങ്ങനെ റൂമിലെല്ലാവരും കൂടെ ചില്ല് ചെയ്യുന്നതാണ് കാണുന്നത്. പിന്നില്ലേ ഗൈസ്, നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര വിശപ്പായിരുന്നു. എന്നിട്ട് എല്ലാ ഫുഡൊന്നും വന്നില്ല. അതുകൊണ്ട് ഉള്ളത് വെച്ച് നമ്മൾ ആദ്യമേ കഴിക്കുകയാണ്. പിന്നെ ഒത്തിരി താമസിച്ചാണ് ബാക്കിയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ വന്നത്. പിള്ളേരൊക്കെ നല്ല വിശന്ന് കുടലെരിഞ്ഞിരിക്കുകയായിരുന്നു. ഞാനിപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നോയി ഇതേ ചേട്ടായുടെ എമിയുടെയൊക്കെ കൂടെ ഭയങ്കര കളിയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗെയിംസ് കളിക്കാൻ പോയി കേട്ടോ. അപ്പോൾ ബേസിൽ ബില്ലിയാർഡ്സ് എങ്ങനെ കളിക്കണേന്ന് പറയാം, എനിക്കറിയില്ല കേട്ടോ. അപ്പം കൈ എങ്ങനെ വെക്കണ്ടേന്നൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു തന്നിരിക്കുക. പിന്നെ ചെസ് ഉണ്ടായിരുന്നു, ക്യാരംസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമ്മൾ കളിച്ചു കേട്ടോ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ മൂന്നാർ വന്നിട്ട് ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പം ഞാൻ രാവിലെ എണീറ്റ് റെഡിയായി. നോയി കിടന്ന് ഉറങ്ങുക. നോയിനെ എണീപ്പിക്കണം. അപ്പം ഞാൻ റൂം ടൂർ എടുക്കാമെന്ന് വെച്ചു. അപ്പം ഞങ്ങൾ ടോട്ടൽ 4 റൂംസാണ് എടുത്തത്. അപ്പോൾ എല്ലാ റൂമും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു ലിവിങ് ഏരിയ ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ബെഡ്റൂം ഉണ്ട്. അങ്ങനെ ഇതാണ് ബെഡ്റൂം. നോയി കിടന്ന് ഉറങ്ങുന്നതാണ്, ബേസിൽ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ നമുക്ക് നല്ലൊരു വ്യൂ ആണ്. രാത്രിയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നോയി എണീറ്റപ്പോൾ ഞാൻ അവനെയും കൂട്ടിയിട്ട് ടെറസിൽ പോയി. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആൻറ്റിയും ചിറ്റപ്പനും അനിയന്മാരും ചേച്ചിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട്, കടല, പൂരി മസാല, പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ്, എഗ്സ് ഇതൊക്കെ ഉണ്ടായിരുന്നു. നോയി ബ്രെഡും ബട്ടറും പിന്നെ കട്ട് ഫ്രൂട്ട്സും. പിന്നെ എന്താ നോയി? മുട്ട പറഞ്ഞേ. വാട്ടർമെലൺ എന്ന് പറഞ്ഞേ. വാട്ടർമെലൺ ഡാഡി നോക്കി പറ. വാട്ടർമെലൺ എമ്മി. പിന്നെ അങ്ങ് പോയപ്പോൾ മഴയായിരുന്നുകൊണ്ട് നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഗ്യാപ്പ് റോഡിൽ നിർത്തിയേ. എന്നിട്ട് അവിടെ കുറച്ച് വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മൂന്നാർ ഗ്യാപ്പ് റോഡിലൊരു വ്യൂ പോയിന്റിലാണേ. ഇത് നോക്കിയാ ഭയങ്കര അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് മാട്ടുപ്പെട്ടി ഡാം കാണാനാണ്. അപ്പോൾ ഇതാണ് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ.
നല്ല ക്രൗഡഡ് ആയിരുന്നു. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ബോട്ടിങ്ങും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതിന് പോയില്ല. എനിക്ക് തോന്നുന്നു വിഷുവിൻ്റെ വെക്കേഷൻ ടൈം ആയതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല തിരക്കായിരുന്നേ. എല്ലായിടത്തും നല്ല തിരക്കാണ്, എപ്പോഴും നല്ല ബ്ലോക്കാണ്. എനിക്ക് തോന്നുന്നു വീക്ക് ഡേയ്സ് ഒക്കെ നമ്മൾ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ബേസിൽ കുതിരപ്പുറത്ത് കയറണോ? നോയ്ക്ക് കയറണോ? നോയ്ക്ക് കുതിരപ്പുറത്ത് കയറണോ? എടാ നോയ്ക്ക് കയറണം. ബിഗ് കുതിര. അപ്പൊ ഞങ്ങളില്ലേ വട്ടവടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരത്തെ ഇറങ്ങണ്ടായിരുന്നു, പക്ഷെ നമുക്ക് സമയം കിട്ടിയില്ല. അപ്പൊ ഇനിയിപ്പോ വട്ടവടയിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. സ്ട്രോബെറി നമുക്ക് മേച്ചാട്ടോ. സ്ട്രോബെറി കാണാൻ പറ്റുമെന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയിലാട്ടോ വട്ടവടയ്ക്ക് പോകുന്നത്. നോയ് സ്ട്രോബെറി പ്രതീക്ഷിച്ച് മാത്രമാണ് ഇരിക്കുന്നത്. നമ്മളില്ലേ ഭയങ്കര പ്രതീക്ഷയിലാട്ടോ വട്ടവടയ്ക്ക് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേനും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഫാമിലിക്ക് പോകാമെന്നോർത്തായിരുന്നു പ്ലാൻ. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേനും നല്ല മഴയായി ഗൈസ്. നമുക്ക് അതുകൊണ്ട് ഫാമിലിക്കൊന്നും കയറാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു വ്യൂ. ഇതൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യുന്ന ഫീൽഡാണ് കേട്ടോ. അപ്പോൾ നല്ല മഴയായിരുന്നു. ഞങ്ങൾ സ്ട്രോബെറി മേടിക്കാൻ നിർത്തിയേക്കാണ്. അപ്പോൾ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കഴിക്കാൻ നിർത്തുക. 1/4 കിലോ എന്തോ 200 രൂപ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബേസിൽ ടേസ്റ്റ് ചെയ്ത് നോക്കുക. നല്ലതാണോ? കഴിച്ചു നോക്കി. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അങ്ങനെ നമ്മൾ 1/2 കിലോ സ്ട്രോബെറി മേടിച്ചത്. ഇതാണ് കിട്ടിയത്. അതിലെല്ലാം ഒന്നും അത്ര നല്ലതൊന്നുമല്ല, മോശം സ്ട്രോബെറി ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പറ്റിച്ചാലാവും, കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ സ്ട്രോബെറി മേടിച്ചുകൊണ്ട് വട്ടവടയിൽ നിന്ന് തിരിച്ചു കേട്ടോ. അപ്പോൾ ആ റൂട്ട് നോക്കിയപ്പോൾ ഈ മരത്തിൻ്റെയൊക്കെ അടിയിലായിട്ട് കാട്ടുതീ വന്നിട്ട് കരിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് പോസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു, കാട്ടുതീ തടയുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റീസെൻ്റ്ലി എന്തോ കാട്ടുതീ വന്നതെന്ന് തോന്നുന്നു. കുറേ മരങ്ങളൊക്കെ ഇങ്ങനെ പോയി കേട്ടോ. അവിടെ പുല്ലൊന്നുമില്ല, ഫുൾ ഇങ്ങനെ കത്തി നശിച്ച് കിടക്കുമായിരുന്നു. ഗൈസ്, നമ്മളിപ്പോൾ ഒരു ബ്ലോക്കിൽ പെട്ടേക്കുക. അപ്പം ഇടവേളകൾ ആനന്ദകരമാക്കാൻ ഞാനൊരു പാട്ട് പാടാന്ന് വെച്ചു. റെഡി, 1 2 3 സ്റ്റാർട്ട്. അനുരാഗിണി ഇതായിൻ പൂക്കൾ കരമ്പിന്റെ മരക്കിടയാ മുഖമരയ്ക്കും ഫൈനലി ബ്ലോക്ക് തീർന്നു ഗൈസ്. പാട്ട് പാടി ബ്ലോക്ക് മാറ്റി വേറെ ആർക്കും അതേപോലെ വൈശാലി. 5 രൂപ ഈസ് ദ ന്യൂ വൈശാലി. ഗൈസ്, തിരിച്ചു വന്നപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് ബോറടി മാറ്റാനായിട്ടോ ഞാൻ പാട്ട് പാടിയത്. പിന്നെന്താ, അങ്ങനെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ റിപ്പിൾ ടീയിൽ കയറാമെന്ന് വെച്ചു. റിപ്പിൾ ടീ 2 ഷോപ്പുണ്ട്. മൂന്നാർ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഒരു ഷോപ്പിൽ കയറിയിട്ട് ചായ കുടിച്ചു. പിന്നെ കുറച്ച് തേയില മേടിച്ചു, ഒരു 4 പാക്കറ്റ് മേടിച്ചു കേട്ടോ. ഗൈസ്, ഞങ്ങളങ്ങനെ മൂന്നാറിൽ നിന്ന് തിരിച്ചു വെക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോ ഞാൻ വീണ്ടും വരാം കേട്ടോ. എല്ലാവരും ബൈ പറഞ്ഞേ. Bye. Bye. Okay.